അമേരിക്കൻ സർവകലാശാലകളിൽ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നുവരുന്ന യുവാക്കളുടെ എണ്ണത്തിൽ വൻ വർധനവ്. ഹാലോ പുറത്തുവിട്ട പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ അധ്യയന വർഷത്തേക്കാൾ 87.6% വർധനവുണ്ടായിരിക്കുന്നത്. വിശദ വിവരങ്ങളുമായി അഭയ ബിന്നി ഇപ്പോൾ നമ്മളോടൊപ്പം ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. അഭയ, വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് വിശദ വിവരങ്ങൾ? തീർച്ചയായും ജോയ്സ്, യുവാക്കൾ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു എന്ന വളരെ സന്തോഷമുള്ളൊരു വാർത്ത തന്നെയാണ് നമുക്ക് അമേരിക്കയിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത്. അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു പഠനത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കൻ ക്യാമ്പസുകളിൽ വലിയ രീതിയിലുള്ള ഒരു ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വസന്തം തന്നെയാണ് ഈ ഒരു പഠനം പുറത്തുവിടുന്നത്. ഹാലോ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം പുറത്തുവരുന്നത് 87.6% വർധനവാണ് മുൻ അധ്യയന വർഷത്തെ അനുബന്ധിച്ച് ഈ അധ്യയന വർഷത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവരുടെ യുവാക്കളുടെ എണ്ണത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഈസ്റ്റർ വിജിലിനോടനുബന്ധിച്ച് ഓരോ വർഷവും നടക്കുന്ന ഈസ്റ്റർ കൂദാശകളോടനുബന്ധിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുവാനുള്ള, അതായത് മുതിർന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ പൗരന്മാർക്ക് യുവജനങ്ങൾക്ക് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുവാനുള്ള ഒരു പ്രത്യേക അവസരം ഈസ്റ്റർ വിജിലിനോടനുബന്ധിച്ച് ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള അവസരത്തിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കാൻ പ്രവേശക കൂദാശകൾ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻകൂട്ടി രജിസ്ട്രേഷൻ നടത്തുവാനുള്ള ഒരു അവസരം ഈ US ക്യാമ്പസുകളിലെല്ലാം ക്രമീകരിച്ച് നൽകുന്നുണ്ട്. ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണത്തിലാണ് കഴിഞ്ഞ അധ്യയന വർഷത്തെ അപേക്ഷിച്ച് വൻ വർധനവ് കാണാൻ സാധിക്കുന്നത്. അമേരിക്കയിലെ 60ഓളം സർവകലാശാലകളിൽ നടത്തിയ പഠനത്തിനൊടുവിലാണ് ഹാലോ ഈ ഒരു പുതിയ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. ടെക്സസ് സർവകലാശാലയിൽ ഈ OCI രജിസ്ട്രേഷനിൽ പങ്കെടുത്തവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷം 121 ആയിരുന്നുവെങ്കിൽ അത് 204 ഉയർന്നിരിക്കുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്ന കണക്കുകൾ. അതുപോലെ തന്നെ മറ്റ് സദേൺ കാലിഫോർണിയ തുടങ്ങി മറ്റ് പല സർവകലാശാലകളിലും കഴിഞ്ഞ മുൻ അധ്യയന വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഇത്തരത്തിൽ പ്രവേശക കൂദാശകൾ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന, ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്കായുള്ള രജിസ്ട്രേഷനിൽ പങ്കെടുത്തവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സദേൺ കാലിഫോർണിയ സർവകലാശാലയിൽ ഇത്തരത്തിൽ OCIA രജിസ്ട്രേഷൻ നടത്തിയവരുടെ എണ്ണത്തിൽ 76% വർധനവും ന്യൂയോർക്ക് സർവകലാശാലയിൽ 88% വർധനവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ NYUവിൽ, അതായത് അവിടെയുള്ള ക്യാമ്പസുകളിലും മറ്റ് ചാപ്പലുകളിലെല്ലാം ദിവ്യബലിയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിൽ 3 ഇരട്ടിയിലധികമുള്ള ഒരു വർധനവാണ് ഈ ഒരു അധ്യയന വർഷത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ക്ലാസ് മുറികളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ക്യാമ്പസുകളിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന, പരിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരുന്ന യുവാക്കളുടെ എണ്ണത്തിൽ ഒരു വൻ വർധനമുണ്ടായിരിക്കുന്നു. അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു സന്തോഷകരമായ വാർത്ത തന്നെയാണിത്. ഇത്തരത്തിലുള്ള വളരെ പ്രത്യാശാജനകമായ ഒരു വാർത്തയാണ് ഹാലോ പുറത്തുവിട്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള കണക്കുകളാണ് അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നത്. ജോയ്സ്, അഭയ, നമുക്കറിയാം ചാർലി കിർക്ക് ഒരുപാട് ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ മരണം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അമേരിക്ക മുഴുവനും വളരെ നോവോടുകൂടി കണ്ട ഒരു മരണവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം വളരെ വലിയ ഒരു മുന്നേറ്റം അമേരിക്കയിൽ ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇത് അത്തരം ഒരു എഫക്റ്റ് ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ജോയ്സ്, ഇതിനെ അത്തരത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഒരു ചാർലി കിർക്ക് എഫക്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് വലിയ പ്രബോധനങ്ങൾ നടത്തിയിരുന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു ചാർലി കിർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം നമുക്കറിയാം അമേരിക്കയിലെ ക്യാമ്പസുകളിൽ നിന്ന് യുവജനങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ക്രൈസ്തവ വിശ്വാസത്തിലേക്കുള്ള ഒരു വൻ ഒഴുക്ക്, വൻ കുതിച്ചുചാട്ടം എന്ന് പറയുന്നത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിന് സമർപ്പിക്കാവുന്ന ഒരു വലിയ ഒരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ചാർലി കിർക്ക് എഫക്റ്റ് തന്നെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുമാത്രമല്ല, നമുക്കറിയാം ലിയോ 14 പാപ്പ ആഗോള സഭയുടെ തലവനായി സ്ഥാനം ഏറ്റതിനു ശേഷം അമേരിക്കയിൽ മൊത്തത്തിലുള്ള ഒരു ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു വൻ വർധനവ്, അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവ്, ഇത്തരത്തിലുള്ള നിരവധി റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മാർപ്പാപ്പയ്ക്ക് വലിയ പിന്തുണ നൽകുന്ന ഒരു അമേരിക്കൻ ജനതയെക്കുറിച്ചുള്ള പോളുകളും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അമേരിക്കൻ ക്യാമ്പസുകളിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രത്യാശാജനകമായ വാർത്ത വരുന്നത്. ജോയ്സ്, വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അഭയ ബിന്നിയാണ് നമ്മളോടൊപ്പം വിശദ വിവരങ്ങളുമായി ചേർന്നത്.